കുടിയേറ്റം തടയാൻ നടപടികൾ കടുപ്പിച്ച് ട്രംപ് ഭരണകൂടം H-1B വിസകൾക്കുള്ള ഫീസ് $1,00,000 കുത്തനെ കൂട്ടി. ഇതോടെ US കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ ചിലവേറും. പുതിയ നടപടി ഇന്ത്യൻ ടെക്കികൾക്കുൾപ്പെടെ കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അഖില രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഖില, എന്താണ് ഇപ്പോഴത്തെ US നടപടി? അതെ, ട്രംപിന്റെ വിദേശ നയം എന്താണ്, കുടിയേറ്റ നയം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ചടങ്ങായിരുന്നു ഓവൽ ഓഫീസിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിലെ കമ്പനികൾ വിദേശത്തു നിന്നുള്ള തൊഴിൽ വിദഗ്ധരെ അമേരിക്കയിലേക്ക് എത്തിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു H-1B വിസ എന്ന് പറയുന്നത്. ഈ വിസയ്ക്ക് വാർഷികാടിസ്ഥാനത്തിൽ $1,00,000 ഫീസ് ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈടാക്കും, അങ്ങനെ ഒരു ഫീസ് ഈടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം ഇനി അധികം, അതായത് വലിയ തോതിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ആദ്യ പടി എന്നോണമാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ, വിദേശത്തു നിന്നുള്ള തൊഴിലാളികൾ ആശ്രയിച്ചിരുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യവും. ഈ ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഹവാർഡ് ല്യൂട്നിക്കും ഉണ്ടായിരുന്നു. ഇത് ഒപ്പുവെച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അമേരിക്കയിലെ ജനതയ്ക്ക് പരിശീലനം നൽകാൻ, അമേരിക്കയിലെ ജനതയ്ക്ക് തൊഴിൽ നൽകാൻ, അവർക്ക് അവസരങ്ങൾ നൽകാൻ, കൂടുതൽ അവസരങ്ങൾ നൽകാനായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ആ അവസരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ H-1B വിസയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1990 ആണ് ഈ വിസ സംവിധാനം കൊണ്ടുവരുന്നത്. അത് വിദേശത്തു നിന്നുള്ള തൊഴിൽ വിദഗ്ധരെ അമേരിക്കയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം അത് 3 വർഷമായിരുന്നു ഇതിന്റെ കാലാവധി. പിന്നീട് അത് 6 വർഷമായി ദീർഘിപ്പിച്ചു. ഇനി ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് ഈ വിസ സംവിധാനം അനിശ്ചിത കാലത്തേക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും. അന്ന് തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ അമേരിക്കയിലെ ദേശീയവാദികളും അത്തരത്തിലുള്ള ആളുകളുമെല്ലാം ഈ വിസയ്ക്ക് എതിരായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അമേരിക്കക്കാരുടെ അവസരത്തെ ഈ വിസ സംവിധാനം ഇല്ലാതാക്കുന്നു എന്നായിരുന്നു അന്ന് മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വിമർശനം. അത് കാലാകാലങ്ങളായി തുടർന്ന് പോരുന്നുമുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിന്റെ പ്രചാരണ ഘട്ടത്തിലുമൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിയായിരുന്നു ട്രംപ് തന്റെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ അവസരത്തിൽ ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഇനി ഈ ഇത്രയധികം വരുന്ന ഒരു ഫീസ് ഈടാക്കിക്കൊണ്ടായിരിക്കും ഈ വിസ അനുവദിക്കുക. അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ അമേരിക്കയിലേക്ക് എത്തുന്ന തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിസയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യക്കാരാണ്. അതിനുശേഷമാണ് ചൈനക്കാരാണ് ഏറ്റവും കൂടുതൽ രണ്ടാമതായി ഇതിനെ ആശ്രയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ ഇനി ഉണ്ടാകില്ല, അത് ഇനി ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നതും. അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വലിയ തോതിൽ ബാധിക്കും എന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.